ലോകത്തിന്റെ അഷ്ടദിക്കിൽ നിന്നും അള്ളാഹുവിനെ കരുതി പോയ ലക്ഷങ്ങൾ എല്ലാവരും ഒരേ സ്ഥലത്ത് ഒരുമിച്ച് കൂടുന്ന ദിവസമാണ് ഇന്ന്. അവർക്ക് ഇന്നാണ് അറഫ, നമുക്ക് നാളെയാണ് അറഫ. അതിൽ കൺഫ്യൂഷൻ ഒന്നും വേണ്ട. ഇനി അതിൽ വെറുതെ ഇങ്ങനെ വസ്വാസം ഉണ്ടാക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളൊന്നും തന്നെയല്ലേ അറഫ അനുഷ്ഠിക്കേണ്ടത്, നോമ്പോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഈ പ്രാപഞ്ചിക ഘടന ഭൂമി ഒരു ഉരുണ്ട ഗോളമാണ് എന്ന് ശാസ്ത്രം പോലും തിരിയാത്ത രീതിയിലാണ് പ്രസ്താവനകൾ ഇറക്കുന്നത് വലിയ വലിയ ആളുകൾ. അതൊരിക്കലും പ്രായോഗികമല്ലല്ലോ. സൗദിയിലുള്ള ദിവസം നോക്കി, സമയം നോക്കി, സന്ദർഭം നോക്കിയാണ് നമ്മുടെ നാട്ടിലൊക്കെ സുഹൃതങ്ങൾ എന്ന് പറയുമ്പോ നമ്മുടെ നാട്ടിൽ മാത്രം നോക്കിയാൽ പോരല്ല, അമേരിക്കക്ക് നോക്കണ്ടേ? അപ്പൊ എന്ത് ചെയ്യ? ദിവസങ്ങൾ തമ്മിൽ മാറ്റല്ലേ ഭൂമിയിൽ തന്നെ പലയിടത്തും. നമുക്കിപ്പോ ഇന്ന് ശനിയാഴ്ച, ഇപ്പോ വെള്ളിയാഴ്ച ഉള്ള സ്ഥലമില്ലേ, അതിന് മഗ്‌രിബായ ദിവസം മാറൂലേ? ഈ സമയത്ത് രാത്രിയുള്ള സ്ഥലമില്ലേ? മഗ്‌രിബാകുമ്പോ ദിവസം മാറും. അപ്പൊ നമുക്ക് വ്യാഴാഴ്ച ഉള്ളപ്പോ വെള്ളിയാഴ്ച ആകുന്ന സ്ഥലമുണ്ട്, നമുക്ക് വെള്ളിയാഴ്ച ആകുമ്പോ ശനിയാഴ്ച ആകുന്ന സ്ഥലമുണ്ട്. ഇതൊക്കെ ഭൂമിയിലുള്ളതല്ലേ, ഭൂമി ഗോളാകൃതിയിലല്ലേ. ഇതെല്ലായിടത്തും ഒരേ രീതിയിലാവണം എന്ന് പറഞ്ഞാൽ അത് അപ്രായോഗികമല്ലേ. സംഗതി നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും നടക്കൂലല്ലോ. കാരണം ഇത് ഗോളാകൃതിയിലല്ലേ, പത്തിരി പോലെ പരന്നിട്ടാണ്. എന്നിട്ട് സൂര്യനെ സെന്ററിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്താണെങ്കിലും ഒക്കെ അപ്പൊ സംഗതി നടക്കും. അല്ലെ എങ്ങനെ നടക്കുക? സൗദി നോക്കിയിട്ട് നമ്മളെ നാട്ടിൽ നോമ്പറക്കല് എന്നാ ഓക്കെ. ഇവിടെ നോമ്പറക്കല് സൗദി നോക്കിയിട്ടാണെങ്കിൽ തർക്കടില്ല. സൗദിക്കാർക്ക് സൗദിയിൽ എന്നാണോ അറഫ അന്ന് അവിടെ അറഫയാണ്. നമുക്ക് ഇവിടെ എന്നാ അറഫ എന്ന് പറഞ്ഞാൽ ദുൽഹജ്ജ് 9-നാണ് അറഫ എന്ന് പറയാം. നമുക്ക് ഇന്നിവിടെ ദുൽഹജ്ജ് 8. നമ്മളെ മാസം കണ്ട അങ്ങനെയാണ്. മാസം കണ്ട അടിസ്ഥാനത്തിലാണ് ഓരോ സ്ഥലങ്ങളിലും കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. അതാണ് അതിന്റെ ഫിഖ്. അതൊക്കെ യഥാവിധി മനസ്സിലാക്കിയിട്ട് ഓരോ ആളുകളുടെയും അനുഷ്ഠാന ക്രമങ്ങൾ രേഖപ്പെടുത്താനും കഴിയുന്നവനല്ലേ അള്ളാഹു. അല്ല പറഞ്ഞത് റസൂല് നിയമിച്ചതാണ്, സ്വീകരിച്ച സംഗതി കഴിഞ്ഞു. നമ്മൾ ബുദ്ധിക്കൊത്തുകൊണ്ട് കാര്യങ്ങൾ വക്രീകരിക്കുമ്പോഴും വ്യാഖ്യാനിക്കുമ്പോഴുമാണല്ലോ പ്രശ്നങ്ങളുടെ ആരംഭം ഉണ്ടാകുന്നത്. അപ്പൊ ഞാൻ അതിൽ ആർക്കും വസ്വാസ് വേണ്ട. ഞാൻ ചില ആളുകളോട് എന്നോട് പറയുന്ന ആളുകളോട് പറയാറുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്നാ സൗദി നോക്കിയിട്ട് നോമ്പറക്കണം. അതിന് പറ്റൂല. നോമ്പറക്കം വേണ്ട നോക്കാൻ പറ്റൂല. നമ്മളെ നാട്ടിൽ സൂര്യ അസ്തമിക്കും നോമ്പ്. അവിടെ സൂര്യ അസ്തമിക്കുമ്പോഴല്ലേ ഇവിടെ നോമ്പറക്കണ്ടേ? അവിടുത്തെ സുബിക്കാണോ ഇവിടെ സുബി? നമുക്ക് നാട്ടിൽ പകലുള്ളപ്പോ രാത്രിയുള്ള സ്ഥലങ്ങളില്ലേ? അപ്പൊ എന്താ ചെയ്യാ? ലോകത്തുള്ള എല്ലാരും ഒരേ സമയത്ത് നോമ്പോക്കണം എന്ന് പറയുമ്പോ രാത്രിയുള്ള സ്ഥലത്തെ ആൾക്കാർ എന്ത് ചെയ്യും? അവർക്ക് പകല് പിന്നെ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടാണ്. അപ്പൊ അവരും സൗദി നോക്കിയിട്ട് നോമ്പോക്കണം എന്ന് പറഞ്ഞ സംഗതി ശരിയാവോ? അപ്പൊ ലോകത്തെ എല്ലാ ആളുകൾക്കും പറ്റുന്ന പരുവത്തിൽ ഒരു നിയമമുണ്ട്. അതാത് സ്ഥലങ്ങളിൽ എന്നാണോ ദുൽഹിജ്ജ് 9 പരിഗണിക്കപ്പെട്ടത് അന്നാണ് അവിടുത്തെ അറഫ. ഞാൻ ഒരു വസ്വാസം ആരും ഉണ്ടാക്കേണ്ടതില്ല. അത് ശാസ്ത്രം തിരിയുന്ന ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല. വലിയ വലിയ ശാസ്ത്രം പഠിച്ച ആളുകളൊക്കെ ഈ പറയുന്നത്. മണിക്ഫ എന്നുള്ളൊരു പ്രായമുള്ള ഒരു ഗവേഷകനാണ് ഇത് വ്യാപകമായി ഈ ഫിത്തന പരത്തിയത്. ഞാൻ അങ്ങനെ തന്നെയാണ് പറയുന്നത്. അദ്ദേഹം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ആളാണ്. ഒരുപാട് ശാസ്ത്രീയ സംഭാവനകൾ ആ പ്രായമുള്ള മനുഷ്യനിൽ നിന്ന് ലോകത്തിന് കിട്ടിയിട്ടുണ്ട്. അതിലൊന്നും തർക്കമില്ല. ആ നിലയിൽ ആള് നല്ലൊരു മനുഷ്യനാണ്. ആള് നല്ല ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇത് അദ്ദേഹം നടത്തിയത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണ്. എല്ലാവർക്കും ഒരേ ദിവസം അറഫാണെന്ന് പറഞ്ഞാൽ പകല് സമയമുള്ള സ്ഥലത്ത് രാത്രി ഉള്ളിടത്ത് എങ്ങനെയാ അറഫന്റെ നോമ്പ് വെക്കുകയെന്ന് അതിന് മറുപടി വേണ്ടേ? ഭൂമിയിൽ പല സ്ഥലങ്ങളിലും പകല്, ചില സ്ഥലങ്ങളിൽ രാത്രി. അവരെങ്ങനെ ആ രാത്രി സമയത്ത് അറഫന്റെ നോമ്പ് വെക്കുക? അപ്പൊ എല്ലായിടത്തും ഒരേ സമയം എന്നുള്ളത് അപ്രായോഗികമാണ്, അശാസ്ത്രീയ ജൽപ്പനമാണ്, ഒരിക്കലും സാധ്യമല്ല. ഞാൻ പറയാൻ കാരണം നിങ്ങൾ മാത്രമല്ലേ കേൾക്കണേ, പുറത്ത് കുറെ ആളുകൾ കേൾക്കുന്നുണ്ട്. എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട് ഇത് നിങ്ങൾ കൺഫ്യൂഷൻ തീർക്കണമെന്ന്. ഇന്നലെ വാഴ കഴിഞ്ഞാലും ഒരുപാട് ആൾക്കാർ വിളിച്ചു. നാളത്തെ സുബൈന്റെ ക്ലാസ്സില് അവിടെ വന്നാൽ അറഫ നമുക്ക് നാളെ. അപ്പൊ ഒരുപാട് വസ്വാസം ഉണ്ട്, കൺഫ്യൂഷൻ തീർക്കണം എന്ന് പറഞ്ഞുകൊണ്ടാ പറയണത്. ഓരോ ആളുകൾക്കും മനസ്സിലാക്കുന്ന സ്റ്റേറ്റ്മെന്റ് വെച്ചുകൊണ്ട് ഞാൻ സംസാരിക്കണത്.
എല്ലായിടത്തും ഒരേ സമയത്ത് അറഫന്റെ നോമ്പ് എന്നുള്ളത് അപ്രായോഗികമാണ്. എന്തുകൊണ്ട്? പല സ്ഥലങ്ങളിലും പകലാവുമ്പോ ചില സ്ഥലങ്ങളിൽ ഭൂമിയിൽ രാത്രിയാണ്. അവരെന്ത് ചെയ്യും? അവരെയും കൂടി എല്ലായിടത്തും എന്നുള്ള കൂട്ടത്തിൽ അവരും പെട്ടില്ല. അപ്പൊ പിന്നെ എന്താ, ഓരോ സ്ഥലങ്ങളിലും ദുൽഹിജ്ജ് 9 എന്നാണോ അന്നാണ് അവിടുത്തെ അറഫ. ചില സമയത്ത് അറഫയിൽ നിൽക്കുന്നത് നമ്മുടെ നാട്ടിലൊക്കെ ഒത്തുവരും, ആയിക്കോട്ടെ അൽഹംദുലില്ലാ. ചിലപ്പോ ഒത്തുവരൂല, അതും അങ്ങനെ. നമുക്ക് എന്നാണ് ദുൽഹിജ്ജ് 9 അന്നാണ് നമ്മുടെ ആ അറഫയുടെ മഹത്വം ഉണ്ടാകുന്നത്. എന്നാൽ ഇപ്പൊ അവരെല്ലാരും ഒരുമിച്ച് കൂടുന്ന സന്ദർഭമാണ്. ആ സമയത്ത് നമ്മുടെ മനസ്സ് അവരെ കൂടെ നിന്നിട്ട് നമുക്കങ്ങനെ അവർക്ക് വേണ്ടി ദ്വാരക്കുക, കാര്യം പറയാ, അത് പ്രതിഫലാർഹമായ കാര്യമാണ്. അതിനാണ് ഈ സമയത്ത് 2 വാക്ക് ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. എല്ലാരും ഒരേ സ്ഥലത്ത്. അങ്ങനെ ഇന്ത്യക്കാരുണ്ട്, എത്ര തിരക്ക് കുറയുന്ന കാര്യങ്ങള്. ഇന്ത്യക്കാർക്ക് അറഫയിലുള്ള നൃത്തം ദുൽഹിജ്ജ് 7-ന്, സൗദിക്കാർക്ക് 8-ന്, പാകിസ്ഥാനികൾ അഫ്ഗാനികൾക്ക് 9-ന്. ഇങ്ങനെ പോവാണെങ്കിൽ തിരക്ക് കുറെ കുറഞ്ഞിട്ടു. നിങ്ങൾ ഇന്ത്യച്ചോക്കാണ്, തിരക്ക് കുറയില്ലേ? കുറയില്ലേ? എന്തെങ്കിലും ഉണ്ടാത്ത കുറയും. പക്ഷെ അള്ളാഹു അങ്ങനെ നോക്കിയില്ല. തിരക്ക് കുറെ നിങ്ങൾ നിൽക്കണ്ട, ഒരേ സമയം ഒരേ സ്ഥലത്ത് 40 ലക്ഷം ഒരുമിച്ച് ഓടണം. അതതിന്റെ കണക്ക്. ലോകത്തെ ഏറ്റവും വലിയ മാനവികതയുടെ വിളംബരമാണ്. മഞ്ഞയും കറുപ്പും വെള്ളയും ചുവപ്പും അറബിയും അനറബിയും വർഗവ്യത്യാസമില്ലാതെ, വർണ്ണവ്യത്യാസമില്ലാതെ, ദേശവ്യത്യാസമില്ലാതെ, ഭാഷ വ്യത്യാസമില്ലാതെ, കക്ഷിപക്ഷ വിവേചനത്തിന്റെ മതിൽക്കെട്ടില്ലാതെ ഒരേ സ്ഥലത്ത് ഒരേ വസ്ത്രത്തിൽ ഒരേ കളറിൽ ഒരേ മന്ത്രത്തിൽ ഒരേ സർവശക്തനായ അള്ളാഹുവിന്റെ മുമ്പിൽ വിവേചനത്തിന്റെ മതിൽക്കെട്ടുകൾക്ക് അതീതമായി നെഞ്ചു പൊട്ടി കെഞ്ചുന്ന ഭൂമിയിലെ ഒരേ അനുഭവം അതിന്നാണ് നടക്കാനുള്ളത്. ഇനി ലോകത്ത് വേറെ സമാനമായ ഒരു അനുഭവം ഒരു പ്രത്യയശാസ്ത്ര വിഭാഗത്തിനും അവകാശപ്പെടാനില്ല. അതിപ്പോ നടന്നുകൊണ്ടിരിക്കുക. അള്ളാഹു അവർക്കൊക്കെ സലാമത്ത് പ്രദാനം ചെയ്യട്ടെ. അതിശക്തമായ ഉഷ്ണ എന്ന് പറഞ്ഞാൽ കിട്ടും. 46 ഡിഗ്രിയാണ് ചൂട് എന്ന് പറഞ്ഞിട്ട് അറഫയിൽ. അള്ളാഹു സൂര്യാഘാതത്തിൽ നിന്ന് മഹാന്മാരായ ഹാജിമാരെ, ഹജ്ജുമ്മമാരെ അള്ളാഹു രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. അള്ളാഹുവെ മഹ്ശറിനെ അനുസ്മരിപ്പിക്കുന്ന വിധമുള്ള നൃത്തമാണ് അത്. ഈ ലോകത്ത് തന്നെ അവരുടെ തൊലിയെല്ലാം കരിഞ്ഞ് അവരുടെ മുഖമെല്ലാം സൂര്യാഘാതം കൊണ്ട് കളറ് മാറി വികൃതമായി ഒരവസ്ഥയും അപകടവും അവർക്ക് നീ വരുത്തല്ലേ അല്ലാഹ്. ബിന്നബിയിൽ മുസ്തഫ ആ ഒരു നൃത്തമുണ്ടല്ലോ, ശൈത്താൻ ഏറ്റവും കൂടുതൽ ദുഃഖിച്ച് തലയിൽ മണ്ണ് വാരിയിട്ട് പൊട്ടി പൊട്ടി കരയുന്ന ദിവസമാണ് അറഫാന്റെ ദിനമെന്ന് മഹാനരായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ശൈത്താൻ ഏറ്റവും കൂടുതൽ കരയുന്ന ദിവസമാണ്. ആ ലക്ഷങ്ങളിൽ തെറ്റിയാത്ത ഔലിയാക്കളും സാലിഹ്യങ്ങളും മാത്രല്ല, എത്രയോ തൊമ്മാടിത്തരങ്ങൾ ചെയ്ത് ആ ഭാണ്ഡം ഭാരമൊന്ന് ഇറക്കി വെച്ച് കണ്ണീര് ചാർത്തി പ്രസവിക്കപ്പെട്ട നാളിലെ കൊച്ചുമോനെ പോലെ തിരിച്ചു വരാൻ 8-9 ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് സാഹസികമായി പോയ ചെറുപ്പക്കാരുണ്ട് ആ കൂട്ടത്തിൽ. അവരൊക്കെ നെഞ്ചു പൊട്ടി റബ്ബിനോട് പടച്ചോനെ എന്ന് പറഞ്ഞ് കണ്ണിന്ന് കവിൾത്തടങ്ങളിലൂടെ വെള്ളം ചാലിട്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് അള്ളാഹു പറയും യുബാഹി, അള്ളാഹു അഭിമാനം പറയും, മലക്കുകളെ കണ്ടോ, ഇവരെ കുറിച്ചാണ് നിങ്ങൾ പഴയ കാലത്ത് ചോദിച്ചത്. അത്തജ്അലു ഫീഹാ മൻ യുഫ്സിദു ഫീഹാ വയസ്ഫിക്കു ദിമാ. ഇവരെ കുറിച്ചാണ് നിങ്ങൾ പഴയ കാലത്ത് ചോദിച്ചത്. ഭൂമിയിൽ സംഘർഷം ഉണ്ടാക്കുന്ന ആളുകൾ, രക്തം ചിന്തുന്ന ആളുകൾ, അവരെന്തിനാണ് റബ്ബേ നിന്റെ ഖലീഫയായിട്ട് കൊണ്ടുവരുന്നേ, ഞങ്ങളോട് തസ്ബീഹിനില്ലേ എന്ന് ഈ ആളുകളെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നത്. അവരെ കൂട്ടത്തിൽ സംഘർഷത്തിന്റെ ആളുകളും രക്തം ചിന്തുന്ന ആളുകളും അടിപിടിയുടെ ആളുകളും കൊലയാളികളും തമാടികളൊക്കെ ഉണ്ട്. ഇപ്പൊ ഈ വന്ന് കരയുന്ന ആളുകളുടെ കൂട്ടത്തിൽ അങ്ങനെയുള്ളവരുണ്ടായിരുന്നു. പക്ഷെ സമയത്തിയപ്പോ അവരെന്റെ മുമ്പിൽ വന്ന് അവരുടെ എല്ലാ കാട്ടു സ്വഭാവങ്ങളും നാട്ടിലിട്ടേച്ച് ആയുധങ്ങൾ താഴെ വെച്ച് കീഴടങ്ങിയിട്ട് ചെറിയ കുട്ടിയെ പോലെ ഏങ്ങലടിച്ച് എന്നെ വിളിച്ച് അല്ലാ എന്ന് പറയുന്നത് കണ്ടില്ലേ എന്ന് മലക്കളോട് പടച്ചവൻ ഇന്നത്തെ ദിവസം അഭിമാനത്തോട് ചോദിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ. ആ ഒരു രംഗമാണ് ഇപ്പോൾ അറഫയിൽ നടക്കാൻ പോകുന്നത്. അവർക്ക് വേണ്ടി മാത്രം പോയതല്ല, നമുക്കും കൂടി വേണ്ടി പോയതാണ്. ഒരു ഹദീസ് ഞാൻ കേൾപ്പിച്ചരാം. യുഗ്ഫറു ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹാ വലിമൻ ഇസ്തഗ്ഫറ ലഹാ
യുഗ്ഫറു ലിൽ ഹാജി വലിമൻ ഇസ്തഗ്ഫറ ലഹു ഹാജിക്ക് പുറത്തു കൊടുക്കപ്പെടുന്നതാണ്. തിരിച്ചു വരുന്ന സമയത്ത് ദോഷങ്ങളെങ്കിലും പുറത്തു കൊടുക്കപ്പെട്ട പരിശുദ്ധനായാണ് ഹാജി തിരിച്ചു വരുന്നത്. പോരാ, പിന്നെ അത്ഫ് ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, വലിമൻ ഹാജിക്ക് മാത്രമല്ല ഒരുത്തനും ആ സമയത്ത് പുറത്തു കൊടുക്കുന്നതാണ്. ഇസ്തഗ്ഫറ, ആ ഹാജി പൊറുക്കലിനെ തേടിയിട്ടുണ്ട് ലഹു, അവന് വേണ്ടി. ഹാജിമാരുടെ പ്രാർത്ഥനയിൽ ആരൊക്കെയാണോ ഉൾപ്പെട്ടത് അവർക്ക് മുഴുവനും, അത് ഏത് നാട്ടിലാണെങ്കിലും മണ്ണിലാണെങ്കിലോ അവർക്കും, അവർ അറഫയിൽ പങ്കെടുത്തില്ലെങ്കിലും ഹാജിമാരുടെ പ്രാർത്ഥനയിൽ കടന്നു വന്ന മുഴുവൻ ലക്ഷങ്ങൾക്കും പടച്ചവന് പുറത്തു കൊടുക്കുമേ എന്ന് നബിയുനാ റസൂലുള്ളാഹി. അതിന് എല്ലാ വർഷവും ഞാൻ എടുക്കുന്ന പണി എന്താ അറിയോ? ഹാജിമാരുടെ ദ്വായിൽ പെട്ടുകൊണ്ട് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ നമ്മളൊരു കാര്യം ചെയ്താൽ മതി. ഈ ഹജ്ജിന്റെ സീസണിൽ നമ്മളിൽ നിന്ന് പോയ ആളുകൾക്ക് വേണ്ടി എപ്പോഴും ദ്വാരക്കുക. അപ്പൊ അള്ളാഹു തആല ഈ ദ്വാരുന്ന ആൾക്ക് വേണ്ടി ദ്വാരക്കാൻ അവരെ കൽബിൽ പ്രത്യേകമായൊരു തോന്നലുണ്ടാക്കി കൊടുക്കും. അങ്ങനെ അവരിങ്ങനെ ദ്വാരക്കുമ്പോ നമ്മളിങ്ങോട്ട് ഓർത്താൽ അതിൽ നമ്മൾ അൽഹംദുലില്ലാഹ്. ഞാൻ എന്റെ ദ്വാരങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, ഞാൻ ഈ 3 മാസം ഒരു വരി കൂട്ടലുണ്ട് ദ്വായിൽ. اللهم اغفر لنا وللحجاج وللعمال ولمن استغفروا لهم. എപ്പോഴും കൂട്ടുന്ന ആളെ ഞാൻ. അല്ലാഹുവേ, നീ ഹാജിമാർക്ക് പുറത്തു കൊടുക്കണേ അല്ലാ. അവരാർക്ക് വേണ്ടിയാണോ പാപമോചനം തേടുന്നത് അവർക്ക് മുഴുവനും നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഇതിങ്ങനെ കണ്ട് ആവർത്തിക്കുമ്പോ അവർക്ക് അല്ലാഹു തആല ആ സമയത്ത് കൽബിൽ ഇട്ട് കൊടുക്കും, നമ്മൾ ഓർത്തിട്ട് ദ്വാരക്കാൻ. അപ്പൊ നമ്മൾ അറഫയിൽ പങ്കെടുത്തിട്ടില്ലെങ്കിലും അവർക്ക് ആനുകൂല്യം വരുമ്പോ ആ കൂട്ടത്തിൽ നമ്മൾ കൊണ്ടുപെടും. അല്ലാഹു തആല നമ്മളൊക്കെ ചേർത്തി തേറ്റെ, നമ്മളൊക്കെ ഉൾപ്പെടുത്തി തേറ്റെ. ഇന്ന് പിശാചി തലയിൽ മണ്ണ് വാരിയിട്ട് വിതുമ്പി മുക്കറയിട്ട് കരയുന്ന ദിവസമാണ്. എന്തിനു വേണ്ടി? അവൻ കിട്ടിയെന്ന് ആഗ്രഹിച്ച് നരകത്തിലേക്ക് മൂക്ക് കയറിട്ട് വലിച്ചു കൊണ്ടുപോകുന്ന അവന്റെ തോഴന്മാർ, അവന്റെ പാവകൾ, അവന്റെ അനുയായ വൃന്ദങ്ങൾ പലരും കുതറി തൗബ ചെയ്ത് ഓടി അറഫയിലെത്തി അല്ലാന്ന് വിളിക്കുമ്പോ നരകത്തിന്റെ വക്കിലെത്തി അതിന്റെ വായുയുടെ ഗന്ധം, അതിന്റെ ഹവയുടെ ഗന്ധം, അതിന്റെ തീച്ചൂടിന്റെ ഉഷ്ണത്തിന്റെ ഒരു പൊള്ളലും അതിന്റെ അവസ്ഥയിലേക്ക് തള്ളി മാറ്റപ്പെട്ട ഏറ്റവും വലിയ ചവറുകൾ, തെമ്മാടികൾ, ഏറ്റവും വലിയ റൗഡികൾ, ഏറ്റവും വലിയ കാലഘട്ടത്തിന്റെ തോന്നിവാസികൾ മുഴുവൻ അവിടെ പോകും. പോയിട്ടുണ്ട്. പേപ്പർ നിങ്ങൾ വായിച്ചില്ലേ? ആണുങ്ങളും പെണ്ണുങ്ങളും പോയിട്ടുണ്ട്. ലോകത്തിന് മുമ്പിൽ ശരീരം കൊണ്ട് എക്സ്പ്രഷൻ നടത്തിയ ഒരു പെൺകുട്ടി ഉണ്ട്. അള്ളാഹു പുറത്തു കൊടുക്കട്ടെ, ഞാൻ അവരെ കുറ്റം പറയല്ല, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ആ പെൺകുട്ടി പോലും അവിടെയാണ് പോകുന്ന സമയത്ത് പറഞ്ഞത്, എനിക്ക് നല്ല മോളായി ഈമാനോടെ തിരിച്ചു വരണോ, നിങ്ങളൊക്കെ എനിക്ക് വേണ്ടി മാപ്പ് തരണം, ഞാൻ റബ്ബിനോട് തൗബ ചെയ്യാൻ പോവുകയാണെന്ന് പറഞ്ഞ് പോയ സാനിയ എന്ന് പറയുന്ന പെൺകുട്ടിയുമുണ്ട്. ഞാൻ വ്യക്തിപരമായി പറയുകയില്ല, എല്ലാവർക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നബിയിൽ മുസ്തഫ. പോയ കൂട്ടത്തിൽ സിനിമാ നടന്മാരുണ്ട്, കാർട്ടൂണിസ്റ്റുകളുണ്ട്, പോയ കൂട്ടത്തിൽ സയന്റിസ്റ്റുകളുണ്ട്, പോയ കൂട്ടത്തിൽ പണ്ഡിതന്മാരുണ്ട്, പാമരന്മാരുണ്ട്, പോയ കൂട്ടത്തിൽ തങ്ങന്മാരുണ്ട്, പോയ കൂട്ടത്തിൽ പണക്കാരുണ്ട്, പോയ കൂട്ടത്തിൽ പണിക്കാരുണ്ട്, പോയ കൂട്ടത്തിൽ രാജാക്കന്മാരുണ്ട്, പോയ കൂട്ടത്തിൽ പ്രജകളുണ്ട്, പോയ കൂട്ടത്തിൽ ഗ്ലാമർ ഉള്ളവരുണ്ട്, പോയ കൂട്ടത്തിൽ കരിക്കട്ട പോലെ കരിവാളിച്ചവരുണ്ട്, പോയ കൂട്ടത്തിൽ അറബികളുണ്ട്, പങ്കെടുക്കുന്ന കൂട്ടത്തിൽ അനറബികളുണ്ട്. എല്ലാം റബ്ബിന്റെ മുമ്പിൽ ഒന്നാണ്. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഈ ആയത്ത് ഇറങ്ങിയതും കരുകറുത്ത കരിവാളിച്ച സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടിയാണ്. ഈ ആയത്ത് ഇറങ്ങിയത് അപ്പോഴാണ്. മക്കം ഫതഹിന്റെ അന്ന് കാബയെല്ലാം വൃത്തിയാക്കി പ്രതിഷ്ഠകളെല്ലാം പുറത്തേക്ക് വലിച്ചിട്ട് അവസാനം പ്രോജ്വലമായി ഇസ്ലാമിന്റെ മുദ്രാവാക്യം ഔദ്യോഗികമായി ഉച്ചൈസ്തരം ഉദ്ഘോഷിക്കേണ്ട സന്ദർഭം വന്നു. അത് കാബയുടെ മട്ടുപ്പാവ് കയറിയിട്ട് വേണം ചേട്ടിൽ കൈവച്ചുകൊണ്ട് പറയാൻ, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അതാണ് അന്ന് അവിടെ പറയാനുള്ള സമുന്നതമായ ഉദ്യോഗം. അതാണ്. അപ്പൊ അള്ളാഹുവിന്റെ റസൂൽ ഒക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ നോക്കുകയാണ്, എന്ത്
ഇതൊന്ന് ചവിട്ടില് കൈയിട്ടിട്ട് പറയണം. ആ ഉന്നതമായ പ്രഖ്യാപനത്തിന് തന്റെ അനുയായികളുടെ കൂട്ടത്തിൽ ആരോ ഇങ്ങനെ തരികയാണ് റസൂലുള്ള സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ഓരോ ആളുകളും മുമ്പൊക്കെ ഇങ്ങനെ തള്ളി നിന്ന് എന്നെ വിളിക്കട്ടെ കാനോ ഉന്നതമായൊരു പ്രഖ്യാപനം സമുന്നതമായ സ്ഥാനത്ത് കയറിയിട്ട് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നത് അന്ന് അവിടെയുള്ള ഏറ്റവും വലിയ ഉദ്യോഗസ്ഥനായിരിക്കണം. ആ ആളങ്ങനെ തെരയാണ്. പലരും കരുതി ഇപ്പൊ പറയാ അബൂബക്കർ സിദ്ദീഖിനോട്, ചിലര് കരുതി ഇപ്പൊ ഉമറുൽ ഫാറൂഖിനെ പിടിക്കായിരിക്കും, ചിലര് കരുതി ഇപ്പൊ വെളുവെളുത്ത സൽമാനെ വിളിക്കായിരിക്കും. എല്ലാരും മുമ്പിലേക്ക് ഇങ്ങനെ വിളിക്കട്ടെ എന്ന് കരുതിയിട്ട് തള്ളി നിൽക്കുന്ന സമയത്ത് ലോക നേതാവ് ഇങ്ങനെ പരതേണ്. ആരേന്നറിയോ? ഉമയ്യത്തിന്റെ അതിശക്തമായ ചാട്ടറ പ്രഹരമേറ്റ് നട്ടുച്ചയുടെ പൊള്ളുന്ന വെയിലത്ത് മരുഭൂമിയിൽ കട്ടിയുള്ള പാറക്കെട്ടിന്റെ അടിയിൽ വെച്ചുകൊണ്ട് പെടഞ്ഞ് മർദ്ദന തണ്ടന താടന പീഡനത്തിന് പാത്രീഭവിച്ച കരിക്കട്ട പോലെ കറുത്ത അമ്മിക്കുട്ടി പോലെ ഉരുണ്ട മുടിച്ചുരുണ്ട മഹാനരായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെയാണ് മുത്ത് മുസ്തഫ തെരയുന്നത്. ആ മനുഷ്യൻ ഇങ്ങോട്ട് വന്നപ്പോ പിറകുന്ന് ചില ആളുകൾ ചോദിച്ചു, നമ്മളെപ്പോലത്തെ വലിയ വലിയ നല്ല മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട്, കാരണം ഇസ്ലാമിലേക്ക് വന്നവര് പുതുമുസ്ലിമീങ്ങൾ ഉണ്ടാവുമല്ലോ, ഒന്ന് രണ്ട് ആളുകൾ ഇങ്ങനെ ബാക്കിന്ന് പെറുപെറുത്തു, നമ്മളെപ്പോലത്തെ നല്ല നല്ല മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടായിട്ട് അവരെ ഭാഷയിൽ അറിയാതെ കടന്നു വന്നു. ഈ കാക്കച്ചിനെ തന്നെ ഇതിന് കിട്ടിയത്. വെറും കാക്കച്ചിയാണ് കണ്ടാല് ആർക്കാ ആവശ്യം? അമ്മിക്കുട്ടിമ കരിക്കട്ടോണ്ട് വരച്ച മറ്റേ കളറാണ്. തിരിഞ്ഞു നോക്കാത്ത മനുഷ്യനാണ് ബിലാൽ. തങ്ങൾ തന്നെ ഒരിക്കൽ പറഞ്ഞെന്താരോ, എന്റെ ഈ കറുകറുത്ത കവളത്ത് ലോകത്ത് ആരും മുത്തിയിട്ടില്ല, എനിക്ക് മുത്തിയത് ഓർമ്മയില്ല. എന്റെ ഈ കറുകറുത്ത കവളത്ത് ആദ്യമായി മൂക്ക് തട്ടി മുത്തിയത് എന്റെ മഹാനരായ മുത്ത് മുഹമ്മദ് മുസ്തഫ. അള്ളാന്റെ റസൂൽ നെഞ്ചിലേക്ക് ചേർത്തി പിടിച്ചുകൊണ്ട് ആ കറുകറുത്ത റസൂലുള്ളാനെ സ്വീകരിച്ചതിന്റെ പേരിൽ അടികിട്ടിയിട്ട് കവിളുകൊണ്ട് പൊളിഞ്ഞു വീണിട്ട് തിരിച്ച് ഒട്ടിയിട്ട് മുറിപ്പാടുള്ള കറുകറുത്ത കവിളിനെ അവിടെ ആദ്യമായി മൂക്ക് വെച്ച് മുത്തിയത് ലോകത്തിന്റെ സൗന്ദര്യത്തിന്റെ നിറകുടമായ, സ്നേഹത്തിന്റെ നിറകുടമായ, അലിവിന്റെ പ്രതീകമായ, അറിവിന്റെ വ്യാഖ്യാനമായ, പ്രപഞ്ചത്തിന്റെ പ്രഭയായ, കടലിലും കരയിലും മിഹത്തിലും പരത്തിലും പ്രതാപമായ, പ്രതീക്ഷയായ, സൂത്രവാക്യമായ, വിജയത്തിന്റെ രസതന്ത്രമായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയാണ്. ആ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു തആല അൻഹുവിനെ മുമ്പിലിരിക്കുന്ന അനുയായി വൃന്ദങ്ങൾക്കിടയിൽ തെരയുകയാണ് അല്ലാഹുവിന്റെ ഹബീബേ നബിയുനാ റസൂലുള്ളാഹി. ആ സഭയിൽ എല്ലാരും വകഞ്ഞു മാറ്റിയിട്ട് ഈ മഹാനങ്ങോട്ട് വരുമ്പോ അള്ളാഹു റസൂൽ പറയാണ്, കേറ് ബിലാലെ, കൊടുക്ക് ബിലാലെ മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ്. ഉമയ്യത്തിന്റെ ചാട്ടവാർ അടിയേറ്റിട്ട് കരിങ്കല്ലിന്റെ അടിയിൽ കിടന്നിട്ട് കയ്യും കാലും പുറത്തേക്ക് ഇട്ടിട്ട് കരഞ്ഞ് തൊള്ളേക്കൂടെ രക്തം പമ്പ് ചെയ്ത് ഈ കവിളുങ്ങട്ട് പൊളിഞ്ഞിരുന്ന മനുഷ്യനെ അള്ളാഹുവിന്റെ റസൂൽ എവിടെ എത്തിച്ചു? കാബത്തിന്റെ നെറുകയിൽ എത്തിച്ചു ഉദ്യോഗസ്ഥനാക്കി മുഹമ്മദ് മുസ്തഫ. അതാണ് ദീന്. അപ്പൊ ഇറങ്ങിയ ആയത്താണിത്. പിറകുന്ന് ചില ആളുകൾ വെച്ചു, ഞങ്ങളെപ്പോലത്തെ വലിയ വലിയ നല്ല ഗ്ലാമറുള്ള മനുഷ്യന്മാരൊക്കെ ഇവിടെ ഉണ്ടാവുമ്പോഴേ ഈ കാക്കച്ചിന് വേണോ കാബത്തിന് മേലെ കയറ്റാൻ? അപ്പോഴാണ് അള്ളാഹ് ഇറക്കിയത്, യാ അയ്യുഹൻ നാസു ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വഉൻസാ വജഅൽനാകും ശുഉബൻ വഖബായില ലിതആറഫൂ ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ, ദേശത്തിന്റെ പേരിൽ, ഭാഷയുടെ പേരിൽ, ആരോഗ്യത്തിന്റെ പേരിൽ, പണത്തിന്റെ പേരിൽ, മണ്ണിന്റെ പേരിൽ, പെണ്ണിന്റെ പേരിൽ, പൊന്നിന്റെ പേരിൽ നിങ്ങൾ വിവേചനം കാണിക്കല്ലേ. നിങ്ങളുടെ എല്ലാവരുടെയും ഉടല്, അത് അടിമയാണെങ്കിലും ഉടമയാണെങ്കിലും, അത് രാജനാണെങ്കിലും പ്രജയാണെങ്കിലും, എല്ലാവരുടെയും ഉടല് ഒരേ ഉമ്മയിലേക്കും ഒരേ ബാപ്പയിലേക്കുമാണ്. പിന്നെ വ്യത്യസ്ത തസ്തികയിലാക്കിയതിൽ തആറഫൂ, നിങ്ങൾ പരസ്പരം പരിചയപ്പെടാൻ വേണ്ടിയാണ്. അത് ഏറ്റവും പൂർണ്ണമായി അന്വർത്ഥമാകുന്ന അനുഭവമാണ് ഇപ്പൊ അറഫയിൽ നടക്കുന്നത്. ലിതആറഫു, അതിനാണ് അറഫ വന്നത് എന്ന് പോലെ അഭിപ്രായം. തആറഫ യതആറഫു തആറുഫൻ ഫഹു മുതആരിഫുൻ.
അതിനാണ് അറഫ വന്നത്. അപ്പൊ അവരെല്ലാരും ഒരുമിച്ച് കൂടുക, വെള്ളം ചോദിക്കും. തമിഴനായ, കുറിയനായ, കാണാൻ കൊള്ളാത്ത ചപ്പിയ മനുഷ്യൻ വെളുവെളുത്ത് തുടിച്ചു നിൽക്കുന്ന മിസ്രിയോട് വെള്ളം തരുമോ എന്ന് ചോദിക്കുന്ന ദിവസമാണ്. അപ്പൊ മിസ്രി കെട്ടിപ്പിടിച്ചിട്ട് തൊള്ളയിൽ വെള്ളം ഇങ്ങനെ പാർന്നു കൊടുക്കുന്ന അറഫയില്. കാരണം വല്ലത് ഇത് വഴി അള്ളാന്റെ അടുത്ത് കിട്ടട്ടെ എന്ന് കരുതിയിട്ട് മിസ്രിയും സുഡാനിയും സൂര്യയും ഇന്ത്യയും എല്ലാം ഒറ്റ രീതിയിൽ ഒരുമിച്ച് കൂടി എല്ലാ സ്ഥലങ്ങളിൽ നിന്നും കരച്ചില്, അല്ലാ മാഷാ അല്ലാ. മനസ്സൊക്കെ കൊടുന്നോക്കി നിങ്ങള്. ഒരേ ഭൂമിയില് 40 ലക്ഷം ഉണ്ടെങ്കിൽ 40 ലക്ഷം പരന്നൊഴുകി വെള്ളക്കടൽ സൃഷ്ടിക്കുകയാണ്. മലയാളികൾ കരയുന്നു, തമിഴന്മാര് കരയുന്നു, കർണാടകക്കാര് കരയുന്നു, ഡൽഹിക്കാര് കരയുന്നു, പാകിസ്ഥാനികൾ കരയുന്നു, അഫ്ഗാനികൾ കരയുന്നു, സോമാലിയക്കാര് കരയുന്നു, ഇറാനികൾ കരയുന്നു, ഇറാഖികൾ കരയുന്നു, സൗദിക്കാര് കരയുന്നു, UAE കരയുന്നു, ബഹ്റൈൻകാര് കരയുന്നു, കുവൈത്തുകാര് പ്രത്യേകിച്ച് ആ 49 ആളുകളുടെ മരണം ഓർത്തുകൊണ്ടും അവർ പിന്നെയും കരയുന്നു. ഒരേ ഭൂമിയിൽ ലക്ഷങ്ങളുടെ കൺകുഴിയിൽ നിന്ന് നൈൽ നദിയെ ഓർമ്മിപ്പിക്കുമാറ് കണ്ണുനീര് കുടുകുടാ ഒഴുകുന്ന ദിവസമാണിന്ന്. നമ്മൾ മനസ്സുകൊണ്ട് അവരുടെ കൂടെ നിന്നിട്ട് അല്ലാഹ് വിളിച്ചാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠമായ ദിക്റുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു യുഹീ വയുമീതു വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നമുക്ക് നാളെ അധികരിപ്പിക്കാൻ പറ്റുന്ന ദിക്റാണ്. കാരണം എന്താണല്ലോ, അറഫന്റെ ദിവസത്തിന് യൗം മഷ്ഹൂദ് എന്നൊരു പേരുണ്ട്, സാക്ഷിക്കപ്പെട്ട ദിവസം. ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, വസ്സമായി ദാത്തിൽ ബുറൂജ് വൽയൗമിൽ മഊദ് വശാഹിദിൻ വമഷ്ഹൂദ്. വശാഹിദിൻ എന്ന തഫ്സീറിൽ കാണാം, വശാഹിദിൻ ഐ മൻ യഹ്ളുറു യൗമ അറഫ. അറഫാന്റെ ദിവസത്തിൽ അറഫാത്തിൽ പങ്കെടുത്ത ആളുകൾ തന്നെയാണ് സത്യം. വമഷ്ഹൂദ്, അതിന് സാക്ഷിയാക്കപ്പെട്ട ആ ദിവസം തന്നെയാണ് സത്യം. അപ്പൊ അറഫാന്റെ ദിവസത്തിനെ അള്ളാഹു സത്യത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ആ ഷാഹിദ് എന്നുള്ള വാക്കെടുത്ത് പോയാൽ മഹാ അത്ഭുതം കാണാൻ കഴിയും കിതാബിൽ. എന്താ അത് സാക്ഷിയാക്കപ്പെട്ട ദിവസം എന്ന് പറയാൻ കാരണം? അള്ളാഹു നമ്മളെല്ലാവരെയും അണുമനുഷ്യന്മാരായി കോടികൾ ഒരുമിച്ച് കൂട്ടിയത് ഖുർആനിൽ സൂറത്തുൽ അറാഫിൽ പറയുന്നുണ്ട്. വഇദ അഖദ റബ്ബുക മിൻ ബനി ആദം മിൻ ളുഹൂരിഹിം ദുരിയതഹും വഅശ്ഹദഹും അലാ അൻഫുസിഹിം അലസ്തു ബിറബ്ബികും ഖാലൂ ബലാ. ഖുർആൻ പറഞ്ഞതാണ്. ഇതിന് സാക്ഷിയായത് ദുൽഹജ്ജ് 9 അറഫാത്തിൽ വെച്ചുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ എല്ലാ മനുഷ്യരെയും ഖിയാമത്ത് നാൾ വരെ ഭൂമിയിൽ പറക്കാനിരിക്കുന്ന ജനകോടികൾ മുഴുവനും ഉറുമ്പിന്റെ വലുപ്പമുള്ള അണുമനുഷ്യന്മാരായി പടച്ചവന് മുന്നിൽ സംഘടിപ്പിച്ചു. അത് അറഫാത്തിൽ വെച്ചുകൊണ്ടാണ് ആ സംഘടിപ്പിച്ചിരുന്നത്. അങ്ങനെ സംഘടിപ്പിച്ചുകൊണ്ട് അല്ലാഹു തആല അവരോടൊക്കെ ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിങ്ങളുടെ റബ്ബല്ലയോ എന്ന്. അതിന് നമ്മളടക്കി എല്ലാരും എന്ന് പറഞ്ഞ മറുപടിയാണ് ബല, അതന്നെയാണ്. അത് നടന്നത് ദുൽഹജ്ജ് 9. അതിന് സാക്ഷിയായത് ആ മണ്ണാണ്. സുബ്ഹാനല്ലാഹ്. അതുകൊണ്ടാണ് ഏറ്റവും ഉത്കൃഷ്ടമായി ചൊല്ലാൻ പ്രേരിപ്പിക്കപ്പെട്ട ദിക്റായി കിതാബിൽ കാണുന്നത് ഈ തൗഹീദിന്റെ പൂർത്തീകരണത്തിന് സഹായകമായ ദിക്റാണ് ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹുൽ മുൽക്കു വലഹുൽ ഹംദു യുഹീ വയുമീത് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. നാളെ അധികരിപ്പിക്കൊണ്ടേ അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ഒരുപാട് പറയാണ്ട്, ഞാൻ ചുരുക്കി പറഞ്ഞാണ്. ഇന്നലെ ജുമാക്ക് കുറെ പറഞ്ഞിരുന്നു. അതിലപ്പുറം ആദം അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നേരെ വന്നത് സിലോണിലാണ്. അന്ന് ഇന്ത്യയുടെ ഭാഗമായിരുന്നു. ആ സമയത്ത് ഹവ്വാവും ഇറങ്ങിയത് ജിദ്ദയിലാണ്. ജിദ്ദ എന്ന് പറഞ്ഞാൽ ജദ്ദ, അതിന്റെ അർത്ഥം തന്നെ വല്യമ്മ എന്നാണ്. എയർപോർട്ടിന്റെ പേര് തന്നെ വല്യമ്മ എയർപോർട്ട് എന്നാണ്. നമ്മൾ ജിദ്ദ എന്ന് പറയും, പക്ഷെ അവിടെ പോയ ജിദ്ദ എന്ന് കേൾക്കൂല. ടാക്സിക്കാരെ ആജിമാരെ വിളിക്കൽ എങ്ങനെ അറിയോ? ജദ്ദ 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 അല്ലെ, കേട്ടില്ലേ? കേട്ടിട്ടില്ല അതൊന്നും. ജദ്ദ എന്ന് വിളിക്കണ കേട്ടിട്ടില്ലേ? ചില മലയാളികൾ അവിടെ പോയിട്ട് തിരുത്തി കൊടുക്കും, ജദ്ദ അല്ല ജിദ്ദ എന്ന് പറഞ്ഞാണ്. ശരിയാണ് അവർ വിളിക്കണേ, നമ്മളാണ് കോലം തിരിച്ച് പറഞ്ഞത്. ജദ്ദ എന്നുള്ള ശരി, ജദ്ദത്ത് എന്ന് പറഞ്ഞാൽ വല്യമ്മ എന്നതിന്റെ അർത്ഥം. അവരിപ്പോഴും ഇന്നും വിളിക്കൽ എങ്ങനെ? ജദ്ദ 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 എന്ന് പറയും. വല്യമ്മ വല്യമ്മ വല്യമ്മ. എയർപോർട്ടിന്റെ പേര് തന്നെ അവ്വാഉമ്മിൻ ഉമ്മനെ ഓർമ്മിപ്പിടുത്തു. സുബ്ഹാന വൻ ജല്ല. അപ്പൊ അവ്വാഉമ്മ ജദ്ദയിലായിരുന്നു, അതന്നെ സിലോണിലായിരുന്നു.
പിന്നെ ആദം നബി അലൈഹി സ്വലാം തന്റെ സാധർമ്മീനെ തേടിയിട്ട് അവിടുന്ന് ഇറങ്ങി യാത്ര ചെയ്തു കാൽനടയായിട്ട്. ഇന്ത്യയിൽ നിന്ന് 40 പ്രാവശ്യം പോയിട്ട് ഹജ്ജ് ചെയ്തെന്ന കിതാബിലുണ്ട്, ഫത്തുൽ മീൽ അടക്കമുണ്ട്. അങ്ങനെ ആദം അലൈഹി സ്വലാം അവിടെ എത്തിയിട്ട് തന്റെ പ്രിയപ്പെട്ട സാധർമണിയെ കണ്ടുമുട്ടിയത് അറഫാത്തിൽ വെച്ചുകൊണ്ടാണ്. കണ്ടുമുട്ടിയ ദിവസം യൗമ അറഫയിലാണ്. അതുകൊണ്ടാണ് അറഫ എന്ന് പറഞ്ഞാൽ തിരിച്ചറിഞ്ഞു എന്നതിന്റെ അർത്ഥം. കണ്ടുമുട്ടി തിരിച്ചറിഞ്ഞു എന്ന അർത്ഥത്തിൽ ഈ ദിവസത്തിന് ആ പേര് വെക്കപ്പെടാൻ കാരണം അതാണെന്ന് ചില മഹാന്മാര് പറയുന്നു. ചില മഹാന്മാര് പറയുന്നത് അങ്ങനെയല്ല. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം കൈക്കുഞ്ഞായ പൊന്നുമോൻ ഇസ്മായിൽ നബിയെയും തന്റെ സാധർമണിയായ ആദറുമ്മയെയും ഇട്ടേച്ചുകൊണ്ട് പോയ രംഗം നമ്മൾ പലപ്പോഴും സൂചിപ്പിച്ചതാണ്. ആ തിരിച്ചു പോണ സമയത്ത് തിരിഞ്ഞു നോക്കാതെ പോവാണ്. തിരിഞ്ഞു നോക്കിയാൽ പോകാൻ കഴിയില്ല, കാല് വിറക്കും. 99 കൊല്ലം ദ്വാരന്നിട്ടുണ്ടായ പൈതലാണ്, തന്റെ പ്രിയപ്പെട്ട സാധർമണിയാണ്. ഈ പെണ്ണൊരുത്തിയിൽ നിന്നാണ് ഈ കുട്ടി ഉണ്ടായത്. സുബ്ഹാനല്ലാഹ്. തീരെ കുട്ടികളില്ലാത്ത ആളുകൾ ഇപ്പൊ ഇന്നലെ വേദനയായപ്പോഴും എന്നോട് ഒരുപാട് ആളുകൾ പറഞ്ഞു കുട്ടികളുണ്ടാകുന്ന ദ്വാരക്കണം. കല്യാണം കഴിച്ച് 2-3 കൊല്ലം കഴിഞ്ഞാൽ ഭാര്യ ഗർഭിണിയായിട്ടില്ലെങ്കിൽ പിന്നെ മനസ്സ് പതക്കാൻ തുടങ്ങും. പിന്നെ ഏത് സാഹസിലും ദ്വാരപ്പിക്കലും കുട്ടികളുണ്ടാവാനായിരിക്കും. ചില ആളുകൾ കുട്ടികളുണ്ടാകാൻ നേർച്ചാക്കിയിട്ട് ഹജ്ജിന് പോണ ആളുകൾ വരെ, ഉംറക്ക് പോണ ആളുകളുണ്ട്. ഇപ്പൊ ഹജ്ജിന് പോകാൻ 7 ലക്ഷക്കാവൂലെ? ഈ 7 ലക്ഷം ചെലവഴിച്ചിട്ട് പോവാണ്. എന്തിന്? കുട്ടികൾ ഉണ്ടാവാൻ. കാരണം കല്യാണം കഴിച്ചിട്ട് 2-3 വർഷം കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കണ്ട, ഇങ്ങോട്ട് നോക്കി. കല്യാണം കഴിച്ച് 2-3 വർഷം കഴിഞ്ഞാൽ കുട്ടികളില്ലെങ്കിൽ മനസ്സ് പതിച്ചിട്ട് പിന്നെ കുട്ടികൾ ഉണ്ടാവണം എന്ന ചിന്ത മാത്രമേ ഉണ്ടാവുള്ളൂ. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അങ്ങനെ ആകുമ്പോ 90 വർഷങ്ങൾക്ക് ശേഷം ദ്വാരന്ന് ഒരു കുട്ടിന് കിട്ടിയ എന്തായിരിക്കും ആ കൺമണിയോടുള്ള മനസ്സിന്റെ അഭമ്യമായ ഭ്രമം എന്തായിരിക്കും? അങ്ങനെ സ്നേഹിച്ച് ഓമനിച്ച് താടി കുറ്റി പിടിച്ച് ഒപ്പം കളിച്ച് വളർത്തുമ്പോഴാ അല്ലാഹ് പറയുന്നത് ഓർക്കണം. സുബ്ഹാനല്ലാഹ്. അതിനാണ് ഒരു അഭിപ്രായത്തിൽ യൗമു തർവിയ എന്ന് പേരിട്ടത്. തർവിയ എന്ന് പറഞ്ഞാൽ തറവാന്ന് പറഞ്ഞാൽ ചിന്തിക്കുന്നതിന് അർത്ഥമുണ്ട്. അപ്പോ ദുൽഹജ്ജ് 8-നാണ് ഇബ്രാഹിം നബി കിനാവ് ഇങ്ങനെ കാണുന്നത്. 6-നും 7-നും കിനാവ് കണ്ടു. അപ്പോ 8-നും അത് 7-നും 8-നും കിനാവ് ഉണ്ട്. അപ്പൊ ഇങ്ങനെ ചിന്തിച്ചു. ആ കിനാവ് കണ്ടപ്പോൾ ഇങ്ങനെ ചിന്തിച്ചു, ഇതിപ്പോ പടച്ചോനിൽ നിന്നാണ് ഇബ്ലീസിൽ നിന്നാണോ? ഒരു കിനാവാണ്ട് കണ്ടോടുകൂടി ഔലിയാപ്പാനൊന്ന് കണ്ട കിനാവ് പല കോലത്തിലും കാണും. ഇത് അള്ളാന്റെ ഖലീലാണ് കിനാവ് കണ്ടത്. എന്നിട്ട് ഉറപ്പിച്ചില്ല, ഒന്ന് വെയിറ്റ് ചെയ്തു. 1-2 പ്രാവശ്യം ഇങ്ങനെ കിനാവ് കണ്ടു. 3-ാം ദിവസം അത് ഉറപ്പായി, ഇത് ബിലീസിൽ നിന്നല്ല അള്ളാഹുവിൽ നിന്നുള്ള കിനാവാണെന്ന് ഉറപ്പായി. അപ്പൊ അറഫ എന്ന് പറഞ്ഞാൽ ഉറപ്പായി എന്നുള്ള അർത്ഥം. അതുകൊണ്ടാണ് അത് ദുൽഹജ്ജ് 9-നാണ് ഉറപ്പായത്. അതുകൊണ്ടാണ് ആ ദിവസത്തിന് അറഫ എന്ന് പേര് വെക്കപ്പെട്ടത്. ദുൽഹജ്ജ് 8-നോ യൗമു തർവിയ എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് തഫക്കുർ ചെയ്യണ, ചിന്തിക്കണ ദിവസം. അതുകൊണ്ട് യൗമു തർവിയ എന്ന് പേരിട്ടു. അത് ഉറപ്പായ ദിവസം ദുൽഹജ്ജ് 9, അതുകൊണ്ട് യൗമു അറഫ എന്ന് പേരിട്ടു. ഉറപ്പായപ്പോ പിന്നെ ഇതിന്റെ ഒരുപാട് കാലത്തിന് ശേഷം കിട്ടിയ കൺമണിയാണ്. എത്ര ദ്വാരം. അതുകൊണ്ട് ഇതിനെ തൊടാൻ പറ്റൂല എന്നൊന്നും ചിന്തിച്ചില്ല. പടച്ചോനാണ് പറഞ്ഞെന്ന് കണ്ടു. ഉറപ്പായപ്പോഴേ ഈ പൈതലിനുണ്ട് ആ ബാപ്പ ഒരു കൊണ്ടോല് കൊണ്ടുപോയിട്ട് ആ രംഗൊന്ന് മനസ്സിൽ ചിന്തിച്ചോക്കാണ് നിങ്ങള്. അതുകൊണ്ടാണല്ലോ ദുൽഹജ്ജ് 1 മുതൽ ഒരൈറ്റം തെക്ബീർ സുന്നത്താണ്. തെക്ബീർ സുന്നത്ത് ദുൽഹജ്ജ് 1 മുതൽ തുടങ്ങിയിരിക്കുന്നത്. ഏത് തെക്ബീർ? ഉളയത്തിന് ഉപയോഗിക്കുന്ന കന്നുകളെ കാണുമ്പോ തെക്ബീർ അല്ലെങ്കിൽ ദുൽഹജ്ജ് 1-ന് തന്നെ സുന്നത്താണ്. അപ്പൊ ആ കന്നിനെ കാണുമ്പോ തെക്ബീർ അല്ലെങ്കിൽ സുന്നത്താണ്. കാരണം എന്താ? ആ പോത്തിനെങ്ങനെ കാണുമ്പോ നമുക്ക് ഈ ഓർമ്മകൾ ഇങ്ങനെ ഓളത്തിലേക്ക് തികട്ടി വരേണ്ട, സ്ക്രീനിലേക്ക്, കൽബാകുന്ന സ്ക്രീനിലേക്ക് ഈ ചിത്രങ്ങളൊക്കെ ഇങ്ങനെ തികട്ടുമ്പോ പറയണ്ടേ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ പറയൂലേ? അല്ലായിരുന്നെങ്കിൽ ഉദുഹിയത്തിന്റെ മാംസമായി ഓരോ വർഷങ്ങളിലും കത്തിയുടെ മുമ്പിൽ വരേണ്ടിയിരുന്നത് നമ്മുടെ പൊന്നുമക്കളല്ലായിരുന്നോ? അതിൽ നിന്ന് ഈ സമുദായത്തെ രക്ഷപ്പെടുത്തിയത് അല്ലാഹ്. ആ ബാപ്പ ഈ മോനെങ്ങനെ പിടിച്ചു കൊണ്ടുപോയി. പടച്ചോനെ, സ്വന്തം മോനെ, ഒറ്റ കുട്ടി, ഒരു കൺമണി, അതിനിങ്ങനെ അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന ഒരു വാപ്പാന്റെ കൽബ് നിങ്ങൾ ചിന്തിച്ചോക്കാണി. അള്ളാഹ് പറഞ്ഞതിന്റെ പേരിലല്ലോ കൊണ്ടുപോകുന്നത്. പൈതലിനോട് അവിടെ പോയിട്ട് പറഞ്ഞു, മോനെ ഞാൻ ഇന്നെ കൊണ്ടുവന്നത് സൽക്കാരത്തിനോ ചോറ് വാങ്ങിത്തരാനൊന്നല്ല പൊന്നുമോനെ, പുതിയ കുപ്പായിട്ടിട്ടാ വന്നിരിക്കണത്. സൽക്കാരത്തിന് പോകാൻ നേരത്ത് സാധർമണി മാറ്റിക്കൊടുത്തതാണ്. ഞാൻ ഇന്നെ കൊടുന്നത് അള്ളാഹ് എന്നോട് കിനാവില് പറഞ്ഞിട്ടുണ്ട്, അന്യ അതുബഹുക്ക് അന്നെ അറുക്കാനും
നമ്മളെ കുട്ടികളാണെങ്കിൽ എന്തായിരിക്കും ആ സമയത്ത് പ്രതികരിക്കുക? അറവ് അവിടെ നടക്കുന്ന ഉറപ്പാണ്, പക്ഷെ തിരിച്ചായിരിക്കും. നമ്മളെ മക്കളെ ഒഴിഞ്ഞ സ്ഥലത്തോണ്ടായിട്ട് കത്തി കൊടുത്തിട്ട് ഞാൻ അറക്കാൻ കൊടുന്നാണെങ്കിൽ ഒരറവ് അവിടെ അടിയന്തര, പക്ഷെ അത് നമ്മളെ ഉദ്ദേശിച്ച ആള് തിരിച്ചിങ്ങോട്ട് അറക്കായി. സുബ്ഹാനല്ലാഹ്, ഈ കുട്ടിനോട് എന്നെ അറക്കാൻ കൊണ്ടുവന്നാന്ന് കുട്ടി എന്താ പ്രതീക്ഷിച്ചറിയോ? ആ ഭാഷ പോലും കുറെ ഉദ്ധരിക്കുക. യാ അബത്തി എന്നാണ് എന്റെ പൊന്നു വാപ്പ എന്നാണ്. യാ അബീന്നും കൂടിയല്ല, യാ അബത്തിയിൽ എന്റെ പൊന്നു വാപ്പ, ഇഫ് അൽ മാ തൂമർ, നിങ്ങൾക്ക് എന്താണോ കൽപ്പന കിട്ടിയത് അതാണ്ട് ചെയ്തോളി. സതജിദിനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ, ഞാൻ ക്ഷമിക്കുന്ന ആൾക്കാരെ കൂട്ടത്തിൽ പെട്ടോളാ. ലോകത്ത് കുറെ ക്ഷമാശീലരില്ലേ, ആ ക്ഷമാശീലരിൽ ഞാനൊരു ക്ഷമാശീലനാവും. നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളോട് പറഞ്ഞ കൽപ്പന സ്വീകരിച്ചോളി എന്ന് പറഞ്ഞു. പക്ഷേ അവസാന സമയത്ത് പറഞ്ഞു, ബാപ്പേ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കരുത്, എന്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിട്ട് കഴുത്തിൽ കത്തി വെക്കുമ്പോ നിങ്ങളെ കൈ വറക്കും ബാപ്പേ. നിങ്ങൾ എന്റെ മുഖം ഒന്നും ഇങ്ങോട്ട് തെറ്റിച്ചിട്ട് വേഗാണ്ട് കത്തി കണ്ടാണ്ട് വെച്ചാ മതി. തുണിങ്ങുപ്പായോ നിങ്ങള് ഉമ്മാക്ക് കൊണ്ടു കൊടുക്കണം. ആ ഞാനിട്ട കുപ്പായം ഉമ്മ മണത്തോട്ടെ ചോര ആക്കും ചെയ്യണ്ട. എന്തൊക്കെയാണ് ആ പൊന്നുമോന് പറഞ്ഞത്? ബാപ്പേ നിങ്ങൾ എന്റെ മുഖത്തേക്ക് നോക്കിയാൽ മകനെന്ന കൃപ നിങ്ങൾക്ക് ഉടലെടുക്കുന്നതാണ്. അത് റബ്ബിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നത് തടസ്സമാകുന്നതാണ്. ആ പൊന്നുവാപ്പയും പ്രിയപ്പെട്ട കൺമണിയായ പൊന്നോമനയും റബ്ബിന്റെ കൽപ്പന ശിരസാ വഹിക്കാൻ അവിടെ വെച്ചുകൊണ്ട് ചെയ്ത ത്യാഗമില്ലേ, ഖിയാമത്ത് നാൾ വരെ ഇനി ഒരാൾക്കും ഏറ്റെടുക്കാൻ കഴിയാത്ത ത്യാഗമാണ്. അതിന്റെ പേരിൽ യുക്തിവാദികൾ ഇനി കുതിര കയറാൻ നിൽക്കണ്ട. ലോകത്ത് ഇപ്പൊ ഏതെങ്കിലും വീട്ടിലൊരു ഉമ്മ കുട്ടിനെ കൊന്നാൽ, അല്ലെങ്കിൽ വാപ്പ കുട്ടിനെ അറുത്താൽ, അല്ലെങ്കിൽ ഏതെങ്കിലും മതത്തിന്റെ ആചാരത്തിന്റെ ഭാഗമായ ഒരു അറിവുണ്ട്, ആ അറിവ് എവിടെയെങ്കിലുമൊക്കെ നടന്നാൽ ഇപ്പൊ യുക്തിവാദികൾ കുതിര കയറുകയാണ്. അത് ഉണ്ടാക്കിയത് മുസ്ലിമീങ്ങളാണ്. കാരണം ഇബ്രാഹിം നബി മോനെ ഇസ്മായിൽ നബിനെ അറക്കാൻ വേണ്ടി കൊണ്ടുപോയില്ലേന്ന്. പക്ഷെ അതിന്റെ അവസാനം വരെ വായിക്ക്, നേർച്ചയാക്കിയാൽ പോലും മനുഷ്യനെ അറിവ് നടത്താൻ പാടില്ല എന്ന മെസ്സേജ് അല്ലേ അതിൽ തരണേ. അള്ളാഹു താല അറിയിച്ചു കൊടുത്തു, ഇബ്രാഹിം നബി നേരത്തെ നേർച്ചയാക്കിയിട്ടുണ്ട്, പക്ഷെ മുഴുവനായോ? ഇല്ല. മനുഷ്യൻ അറുക്കരുത് എന്ന സന്ദേശമാണ് യുക്തിയുള്ളവർക്കും ബുദ്ധിയുള്ളവർക്കും ഭക്തിയുള്ളവർക്കും ഇതിന് മനസ്സിലാകുന്നത്. യുക്തിയില്ലാതെ യുക്തിവാദികൾ എന്ന് നേരെ വിപരീതം പേരിട്ട ഭ്രാന്തൻവാദികൾക്ക് തിരിയില്ല. യഥാർത്ഥ യുക്തിയുള്ള വാദികൾക്ക് മനസ്സിലാവും ഇതിലൊരു സന്ദേശമുണ്ട്. എന്ത് നേർച്ച ആക്കിയാലും അറിവ് നോ. മനുഷ്യനെ കൊല്ലാൻ പാടില്ല, അന്യായമായ ഒരു ജീവന്റെ മേൽ കത്തിവെക്കാൻ പാടില്ല എന്നാണ് ഇതിന്റെ ന്യായം എന്ന് യുക്തിയുള്ള ആളുകൾക്ക് തിരിയും. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനു വേണ്ടിയാണ് അറിവിന്റെ സമയത്ത് കത്തിയുടെ മൂർച്ച പിൻവലിച്ചു. കത്തി എത്ര കഴുത്തിൽ പ്രസ് ചെയ്തിട്ടും ഒരു തൊലിക്ക് പോലും പോറൽ പറ്റിയില്ല. ആ സമയത്ത് ഒരു ആടിനെ അല്ലാഹു തആല സ്വർഗത്തിൽ നിന്ന് ഇറക്കി കൊടുത്തു. കാരണം അറിവ് വേണമെങ്കിൽ മനുഷ്യന്റെ ആവശ്യത്തിന് മൃഗത്തിന് അറക്കാം, മനുഷ്യന്റെ ആവശ്യത്തിന് മനുഷ്യനെ അറുക്കാൻ പാടില്ല എന്ന സന്ദേശമാണ് ഇതിൽ നിന്ന് യുക്തിയുള്ള ആളുകൾക്ക് മനസ്സിലാവുന്നത്. യുക്തിയില്ലാത്ത ഭ്രാന്തന്മാർക്ക് പലതും മനസ്സിലാവും. അത് നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല. ഏതായാലും ആ മഹത്തായ സംഭവങ്ങളൊക്കെ അരങ്ങേറിയ ദിനരാത്രങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ ദിക്ർ കൊണ്ട്, ഫിക്ർ കൊണ്ട്, ഖുർആൻ ഓത്തുകൊണ്ട്, സ്വതക്ക കൊണ്ട്, കുടുംബം ചേർക്കൽ കൊണ്ട്, പരസ്പര സൗഹാർദ്ദം കൊണ്ട്, പരസ്പര വിട്ടുവീഴ്ച കൊണ്ടൊക്കെ അവർക്ക് കിട്ടുന്ന സ്വർഗം നമ്മളെ നാട്ടിൽ നിന്ന് പണിയെടുത്ത് നമ്മളും സ്വന്തമാക്കാനുള്ള സൗഭാഗ്യ സുഹൃതങ്ങളിൽ നിരതരാവേണ്ട അതിമഹത്തായ സന്ദർഭങ്ങളാണ്. അള്ളാഹു നമുക്ക് അവസരം പ്രദാനം ചെയ്യട്ടെ. ബിൻ നബിയിൽ മുസ്തഫ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. കുറച്ച് ദീർഘമായിട്ട് തോർക്കണം, നല്ല ചെറിയ ദ്വായിൽ അവസാനിപ്പിക്കരുത്. ആരാ ഞാനാ ദ്വാരക്കാൻ ബാക്കിയുള്ള ആരാ? ഈ കോളേജിൽ പോണ കുട്ടികളെ കൊണ്ട് ദ്വാരപ്പിക്കണം, ഒരു പരിശീലിക്കട്ടെ എന്ന് എഴുതിയിട്ട്. അത് മതി, നിങ്ങളൊന്ന് ആമയെ പറഞ്ഞു കൊടുത്താൽ മതി. ഈ സാഹസിൽ ദ്വാരുന്ന ഉത്തരം കിട്ടും. എന്നോട് തന്നെ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. ഈ സാഹസിൽ വന്നവരും ഈ സാഹസിൽ വെച്ച് ദ്വാരക്കാൻ പറഞ്ഞവരുമായ ഒരുപാട് ആളുകൾ എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട്, ഫോൺ വിളിച്ചും പറഞ്ഞിട്ടുണ്ട്. അവരെ ആവശ്യങ്ങൾ പൂർത്തിയായത് പ്രയാസങ്ങൾ. ഇന്നലെ ഒരാൾ പറഞ്ഞു,
കേസിൽ കുടുങ്ങി നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് ദ്വാരക്കാൻ വിളിച്ചു പറഞ്ഞത്, ഞാൻ അന്ന് ദ്വാരന്ന് നിരപരാധികളെ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞു. ഇത്ര ആളുകൾ പറഞ്ഞു. ഇതൊരു മജ്‌ലിസാണ്, നമ്മളിത് വേറെ ഒന്നും ഉദ്ദേശിച്ചിട്ടല്ല. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങളൊന്ന് ആമീൻ പറഞ്ഞു കൊടുത്താൽ മതി. ഇതാണെങ്കിൽ ഖുർആൻ ഹിഫ്ളുള്ള ആളും കൂടി. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أوصل مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة منا إلى حضرة النبي المصطفى محمد صلى الله عليه وسلم، وإلى حضرات سائر الأنبياء والأولياء والصالحين، وإلى حضرات أرواح آبائنا وأمهاتنا ومشايخنا وأقربائنا ومن ماتوا منا يا رب العالمين. اللهم آنس وحشتنا في قبورنا. اللهم ارحمنا بالقرآن العظيم واجعله لنا إماما ونورا وهدى ورحمة. اللهم ذكرنا منه ما نسينا وعلمنا منه ما جهلنا وارزقنا تلاوته آناء الليل وأطراف النهار واجعله لنا حجة يا رب العالمين. اللهم انصر أمة سيدنا محمد صلى الله عليه وسلم وارحم أمة سيدنا محمد صلى الله تجاوز عن أمة سيدنا محمد صلى الله عليه وسلم. جعلنا من خيار أمته ومن محبيه يا رب العالمين. ربنا اغفر لنا ولإخواننا الذين